മൃതദേഹം കണ്ടെത്തുവാനുള്ള നടപടികൾ തുടരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം രമാ മനോഹരൻ. കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തിയത് വീടിനുള്ളിൽ നിന്ന് തന്നെയാണ്. ആഴത്തിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു. അവിടെ കുഴി അത് ചവറുണ്ടെന്ന് സംശയിക്കുന്ന ഭാഗം കുഴി മണ്ണെടുത്തോണ്ടിരിക്കുക. രണ്ടാമത്തെ കുഴി ഇതിന്റെ വേറെണ്ണം എടുത്തതിന്റെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ തന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. മുറിയുടെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു 3 അടിയോളം അകലത്തില് കുഴി വേറെ എടുത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഒരു കറ പോലല്ല, അതിനൊരു വ്യത്യാസമായിട്ട് ഉള്ള രീതിയിലായിരിക്കും. പൂജകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗങ്ങളായിട്ടുള്ള നമുക്ക് സംശയം വരുന്ന രീതിയിലൊക്കെ ഉണ്ട്. ഓരോ മുറിക്കും കർട്ടൻ ഇട്ടിരിക്കുക. കർട്ടൻ ഇട്ടിട്ട് ആ കർട്ടൻ്റെ ഭാഗം മറച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഭദ്രകാളിയുടെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്. വിഗ്രഹം എന്ന് പറഞ്ഞൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതൊരു കസേരയിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ വിളക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. ഈ അന്ന് യൂസർ ഫീ വാങ്ങുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഇവരെ ആരെങ്കിലും കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല. അപ്പോൾ ഈ മോഷണ സംബന്ധമായിട്ടാണ് അറിഞ്ഞപ്പോൾ അന്വേഷണം വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഈ വീട്ടിൽ ആൾ താമസിച്ചിരുന്നെന്നും ഒക്കെ അറിയുന്നത്. ഒരു അച്ഛനും മോനും മാത്രം ഉണ്ടെന്നുള്ളതായിരുന്നു നമുക്ക് ഓണർ നമ്മളോട് പറഞ്ഞിരുന്നത്.